ഇന്ന് ഗൂഗിൾ മീറ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും അതുപോലെ ഗൂഗിൾ മീറ്റിലുള്ള ഒരു വീഡിയോ കോൺഫറൻസിൽ നമുക്ക് എങ്ങനെ പങ്കെടുക്കാൻ ഒക്കുമെന്നും അതെങ്ങനെയാണ് പങ്കെടുക്കേണ്ടതെന്നും നോക്കാം. അതിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് ഗൂഗിളിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റ ഗൂഗിൾ അക്കൗണ്ട് കൊണ്ട് തന്നെ നമുക്ക് ഗൂഗിളിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കിട്ടും. എല്ലാ ആപ്ലിക്കേഷനിലും നമുക്ക് പോകാനൊക്കും. അതായത് യൂട്യൂബിലേക്കും അതുപോലെ ജിമെയിലിലേക്കും ഗൂഗിൾ ഡ്രൈവിലേക്കും അതുപോലെ ഗൂഗിളിൻ്റെ പേജസിലേക്കും അങ്ങനെ നിറയെ എല്ലാ കാര്യത്തിലേക്കും നമുക്ക് ആ ഒരൊറ്റ അക്കൗണ്ട് കൊണ്ട് പോകാനൊക്കും. അതിൽ ഗൂഗിൾ ഒരു 15 GB നമുക്ക് സ്പേസ് ക്ലൗഡിൽ നമുക്കിത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് 15 GB ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എല്ലാ ആപ്ലിക്കേഷനിലും കൂടെ നമുക്ക് ടോട്ടലായിട്ട് 15 GB നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ, നമുക്കതിന് ആദ്യമായിട്ട് google.com പോയിട്ട് google.com എന്നടിക്കുക. google.com എന്നടിക്കുമ്പോൾ ഗൂഗിളിൻ്റെ ഒരു പേജ് ഇങ്ങനെ വരും. ഓക്കെ, ഇതിൽ നമുക്ക് സൈൻ ഇൻ ഓപ്ഷൻ ഉണ്ടാവും. ആ സൈൻ ഇൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ സൈൻ ഇൻ ചോദിക്കും. ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ഇമെയിൽ ID ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഇല്ല, നമുക്ക് പുതുതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് ഉണ്ട്. ആ ക്രിയേറ്റ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിക്കുക. നമുക്ക് വേണ്ടിയിട്ട് പേഴ്സണലായിട്ടാണോ അതോ ബിസിനസ്സിന് വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുക. നമുക്ക് പേഴ്സണൽ ആയതുകൊണ്ട് മൈസെൽഫ് എന്നടിക്കുക. അവർ പറയുന്ന പോലെ പേര്, ലാസ്റ്റ് നെയിം, അതുപോലെ എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം ചോദിക്കും. ഇങ്ങനെ ഫസ്റ്റ് നെയിം അതിൽ ചോദിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് നെയിം, നമ്മുടെ നെയിം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് നെയിം ഇവിടെ ആഡ് ചെയ്യണം. ചുമ്മാ വെറുതെ ഇപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ ഒരു A എന്ന് കൊടുക്കുന്നു. അതുപോലെ ലാസ്റ്റ് നെയിമിന് വേണ്ടിയിട്ട് ചുമ്മാ വെറുതെ B എന്ന് കൊടുക്കുന്നു. അതിനുശേഷം അവർ യൂസർ നെയിം ചോദിക്കും. ഈ യൂസർ നെയിമിലേക്ക് നമുക്ക് ഏത് യൂസർ നെയിമാണോ വേണ്ടത് ആ യൂസർ നെയിം അടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഇപ്പോൾ ഒരു മീറ്റ് ചെക്ക് എന്ന് അടിച്ചു കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഇങ്ങനൊരു അക്കൗണ്ടാണ് എനിക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്, meetcheck@gmail.com. ഓക്കെ, ദെൻ അവർ പാസ്വേഡ് ചോദിക്കും. നമ്മുടെ പാസ്വേഡ് ക്ലിയർ ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ആ പാസ്വേഡ് നമ്മൾ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാനിവിടെ ഒന്നും കൊടുക്കാൻ പോകണം ഒരു പാസ്വേഡ്. ഓക്കെ, അത് നമുക്ക് ഒരിക്കലും കാണാനൊക്കില്ല. ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു കണ്ണിൻ്റെ ഐക്കണില്ലേ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ അടിച്ച ഐക്കൺ D എന്ന് അടിച്ചത് കാണാനൊക്കുന്നതാണ്. അത് നമ്മൾ എന്തടിച്ചു കഴിഞ്ഞാലും ഇതിവിടെ കാണാനൊക്കും. ഓക്കെ, ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാനൊക്കില്ല. ഓക്കെ, സോ നമുക്ക് ആവശ്യമുള്ള പാസ്വേഡ് ഇവിടെ അടിച്ചു കൊടുക്കാം. ഓക്കെ, അതുപോലെ ഇതിവിടെ അടിച്ചു കൊടുക്കാം. ഓക്കെ, ദെൻ നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ നമ്മൾ പാസ്വേഡ് അടിച്ച് കൊടുത്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിന് ഈ ഗൂഗിളിൻ്റെ അക്കൗണ്ടിന് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അവരുടെ പാസ്വേഡ് എത്ര ലെറ്റേഴ്സ് വേണം, അതുപോലെ ഏത് രീതിയിലാണ് പാസ്വേഡ്, ക്യാപിറ്റൽ ലെറ്റർ വേണം, അതുപോലെ ഒരു ഐക്കൺ വേണം, ഇങ്ങനെ പല ഒരു സിമ്പിൾ വേണം, അങ്ങനെ പല ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ക്രൈറ്റീരിയാസ് ഫോളോ ചെയ്തിട്ട് തന്നെ നമ്മളിവിടെ പാസ്വേഡ് അടിച്ചു കൊടുക്കണം. ഓക്കെ, സോ ഇത് ഒക്കത്തില്ലെന്ന് അവർ പറയുന്നത്. അതുകൊണ്ട് നമ്മളത് മാറ്റിയിട്ട് വേറെ അടിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴും നമുക്കിവിടെ ഒരു പ്രോബ്ലം വരാൻ എപ്പോഴും ഒരു ചാൻസ് ഉണ്ട്. കാരണം ഈ യൂസർ നെയിം നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് ഇപ്പം നമ്മളല്ലോ ഈ ലോകത്തുള്ള സകല ആൾക്കാരും ഇതുപോലെ ഗൂഗിളിൻ്റെ അക്കൗണ്ട് എടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പേരുകളൊക്കെ ചിലപ്പോൾ ഇത് ഓൾറെഡി എടുത്തിട്ടുണ്ടാവും. അപ്പം ഇത് ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഗൂഗിൾ അതേപോലെ ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്കൊരു ഇമെയിൽ ID ഉണ്ടെങ്കിൽ അതേ ഇമെയിൽ ID നിങ്ങൾക്കും കിട്ടാനായിട്ട് ഒക്കില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ യൂസർ നെയിം നമ്മൾ കൊടുത്തേക്കുന്നത് വേറെ ആരെങ്കിലും എടുത്തു പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു എറർ മെസ്സേജ് വരും. അങ്ങനൊരു ഇങ്ങനെ കാണിക്കും, ദാറ്റ് യൂസർ നെയിം ഈസ് ഓൾറെഡി ടേക്കൺ എന്ന് കാണിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് അവരെന്നിട്ട് ഒരു ഓപ്ഷൻസും കൊടുക്കും. നമുക്കിങ്ങനെ എന്തെങ്കിലും ഇതെല്ലാം അവൈലബിൾ ആണ്, നിങ്ങൾക്ക് വേണമെന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്ത് വീണ്ടും ഇത് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കി ഇല്ലാത്തിടം വരെ നമ്മൾ ഇതുപോലെ സെർച്ച് ചെയ്ത് നമ്മളൊരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം ഇപ്പം ഞാൻ ചുമ്മാ വെറുതെ ഇതങ്ങ് സെലക്ട് ചെയ്യുക. അപ്പം നമുക്കിത് ഓട്ടോമാറ്റിക്കായിട്ട് എടുക്കും. ഓക്കെ, അപ്പം നമ്മുടെ ഏത് കൺട്രി ആണെന്ന് ചോദിക്കും. നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുക. ദെൻ റിക്കവറി ഇമെയിൽ, നിങ്ങൾക്കൊരു ഇമെയിൽ ID ഉണ്ടെങ്കിൽ അതിവിടെ കൊടുക്കുക, ഓപ്ഷനിലാണ്. ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് ഇമെയിൽ ID കാണണമെന്നില്ലല്ലോ, ഉണ്ടെങ്കിൽ ഇത് കൊടുക്കണം. ഇത് അത്യാവശ്യമായിട്ടും ഇത് കൊടുക്കേണ്ടതാണ്. നമ്മൾ ഇല്ലെങ്കിൽ നമ്മൾ ലേറ്റർ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ ഒരു ഇമെയിൽ ID യിലേക്ക് സെൻഡ് ചെയ്യാൻ, നമ്മുടെ ഒരു ഫയൽ സെൻഡ് ചെയ്യാനോ
ഈ അക്കൗണ്ടിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുവാണെങ്കിൽ അവർക്ക് ഫയലുകൾ അയക്കാനോ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാനോ വേണ്ടിയിട്ടാണ് ഈ റിക്കവറി ഇമെയിൽ ചോദിക്കുന്നത്. അത് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഓക്കെ, കൊടുക്കുന്നതാണ് എപ്പോഴും ബെസ്റ്റ്. പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ അതെല്ലാം ചോദിക്കും, അതെല്ലാം കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുത്ത് ലാസ്റ്റിൽ പോകുമ്പോൾ നമ്മുടെ ഓരോ ഇമെയിൽ ID ക്രിയേറ്റ് ആവും. അതെല്ലാം ഞാൻ പോകുന്നില്ല ഇപ്പോൾ, അതിൻ്റെ ആവശ്യമില്ല. സോ ഇങ്ങനെയാണ് ഒരു ജിമെയിലിൽ ഒരു ID ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ സോ നമുക്കൊരു ജിമെയിൽ ID കിട്ടും. അപ്പം ഫോർ എക്സാമ്പിൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ഫൈനൽ സ്റ്റെപ്പ് വരെ പോയി കഴിഞ്ഞാൽ എനിക്ക് meetcheck12@gmail.com എന്ന് പറയുന്ന ഒരു ID ക്രിയേറ്റ് ആവും. ഓക്കെ, അതുപോലെ നമ്മളൊരു ID ജിമെയിലിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുക ആദ്യമായിട്ട്. അത് നിങ്ങൾക്ക് ഒരു ജിമെയിൽ ID ഉണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഗൂഗിൾ മീറ്റിൽ ഇപ്പം ആരെങ്കിലും ഒരു ഗൂഗിൾ മീറ്റിൽ ഒരു വീഡിയോ കോൺഫറൻസിന് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഇൻവിറ്റേഷൻ ലിങ്ക് ഉണ്ടാവും. അത് അവർ ഒന്നുകിലും മെസ്സേജിൽ അയച്ചിട്ടുണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ അയച്ചിട്ടുണ്ടാവും, എങ്ങനെയെങ്കിലും നമുക്കൊരു ലിങ്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ലിങ്കിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്യുക. വിൻഡോസിലെല്ലാം ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പം കോപ്പി ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും, നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്താലും മതി. ഓക്കെ, കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് നമ്മൾ ഗൂഗിൾ ക്രോമിൽ പോകണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗൂഗിൾ ക്രോം ഇൻസ്റ്റാൾ ചെയ്യണം. ഗൂഗിൾ ക്രോം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ഗൂഗിളിൽ വെറുതെ ഗൂഗിൾ ക്രോം എന്ന് സെർച്ച് ചെയ്യാം. ഗൂഗിൾ ക്രോം സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് സെർച്ചിൽ ഗൂഗിൾ ക്രോം വരും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അതിൽ ഡൗൺലോഡ് ഓപ്ഷൻസ് കാണും. ഡൗൺലോഡ് ക്രോം ഉണ്ട്. ഡൗൺലോഡ് ക്രോം ക്ലിക്ക് ചെയ്യുമ്പം ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ആവും. അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. വിൻഡോസിലായാലും മാക്കിലായാലും ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലായാലും ഇങ്ങനെയാണ് ഗൂഗിൾ ക്രോം ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഗൂഗിൾ ക്രോം ആണ്. സോ ഞാനിത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ ഇൻസ്റ്റാൾ ചെയ്ത് ഇതിലേക്ക് ഞാനൊരു ടാബ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആ ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തത് നമ്മുടെ ഈ അഡ്രസ് ബാറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് കൊടുക്കുക, എന്നിട്ട് എൻ്റർ കൊടുക്കുക. ഇങ്ങനെ എൻ്റർ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ സൈൻ ഇൻ ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ജിമെയിൽ ID ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ആ ജിമെയിൽ ID ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് ഗൂഗിൾ ID ആയാലും ഗൂഗിൾ ID മാത്രമേ ഒക്കുള്ളൂ, വേറെ യാഹൂവിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഒരു ഐഡിയും ഒക്കില്ല. ഗൂഗിൾ ID നമ്മുടെ ജിമെയിൽ ID ഇതിൽ എൻ്റർ ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ എൻ്റെ ജിമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കാൻ പോകണം. എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ പാസ്വേഡ് ചോദിക്കും. ഞാൻ ആ പാസ്വേഡ് ഇവിടെ അടിച്ചു കൊടുക്കുകയാണ്. സോ നമ്മൾ ആ ജിമെയിൽ ID എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇത് ലോഗിൻ ആവും. ഇങ്ങനെ ലോഗിൻ ആയി കഴിയുമ്പം നമുക്കിവിടെ ഇങ്ങനെ ഒരു വിൻഡോ കാണും. ഇതിൽ നമ്മുടെ ഇപ്പം ഞാനൊരു ലാപ്ടോപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലാപ്ടോപ്പിൻ്റെ ആ വീഡിയോ, നമ്മുടെ ഫേസ് നമുക്കിതിൽ കാണാനും. സോ അങ്ങനെ കാണുമ്പോൾ നമുക്കിവിടെ 2 ബട്ടൺ ഉണ്ടാവും. ഒന്ന് മൈക്രോഫോണിലുള്ളതും ഒന്ന് വീഡിയോ. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഓഫ് ആയി പോകും, നമ്മുടെ ക്യാമറ ഓഫ് ആവും. അതേപോലെ തന്നെ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈക്രോഫോൺ ഓഫ് ആയി പോകും. സോ ഇത് രണ്ടും ഓണാക്കി തന്നെ വെക്കുക. സോ നമുക്ക് കാണാനൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഒരു ഗ്രീൻ ലൈൻസ് കാണാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈക്രോഫോൺ വർക്ക് ആവുന്നു എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇതിൽ ഇതുവരെ ജോയിൻ ആയിട്ടില്ല, നമ്മൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല, നമ്മുടെ ലിങ്ക് കൊടുത്തിട്ടേ ഉള്ളൂ. സോ നമ്മളിവിടെ ആസ്ക് ടു ജോയിൻ ക്ലിക്ക് ചെയ്യണം. അതിന് മുമ്പ് നമ്മൾ ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സിൽ പോയി നമ്മുടെ എല്ലാം കറക്റ്റായിട്ട് ഫങ്ഷൻ ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് ഓഡിയോ എടുക്കുക, ഓഡിയോയിൽ മൈക്രോഫോൺ ഇത് ഫങ്ഷനിങ് ആണ്, അതുകൊണ്ടാണ് ഈ ലൈൻസ് ഇവിടെ കാണുന്നത്. അപ്പോൾ അത് ഫങ്ഷനിങ് ആണ്. നമ്മുടെ സ്പീക്കർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ ഇതിൽ ടെസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ഒരു സൗണ്ട് പ്ലേ ചെയ്യും. അന്നേരം അതിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ സ്പീക്കർ, നമ്മുടെ ഹെഡ്ഫോൺ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അവർ പറയുന്നത്, അതായത് ഇപ്പോൾ ആ വീഡിയോ കോൺഫറൻസ് നടത്തുന്ന ആൾ സംസാരിക്കുന്നത് നമുക്കിവിടെ കേൾക്കാൻ ഒക്കും എന്നുള്ളതാണ്. ഓക്കെ, എനിക്കിപ്പോൾ ഹെഡ്ഫോണിൽ അത് കേൾക്കാൻ ഒക്കുന്നുണ്ട്. സോ എൻ്റെ ഹെഡ്ഫോണും കറക്റ്റാണ്. ദെൻ വീഡിയോ സെലക്ട് ചെയ്യുക. വീഡിയോയിൽ നമ്മളുടെ ക്യാമറ സെലക്ട് ചെയ്യുക. ഏത് ക്യാമറയാണോ അത് സെലക്ട് ചെയ്ത്, ഇപ്പോൾ ഓൾറെഡി സെലക്റ്റഡ് ആണ് ഈ ക്യാമറ. ദെൻ വീഡിയോ റെസൊല്യൂഷൻ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയയാണ്. ഇവിടെ നമ്മളുടെ വീഡിയോ നമ്മൾ എങ്ങനെയാണ് സെൻഡ് ചെയ്യേണ്ടത്, അതായത് നമ്മുടെ വീഡിയോ കോൺഫറൻസ് നടത്തുന്ന ആൾക്ക് നമ്മളെ എങ്ങനെയാണോ കാണാൻ ഒക്കുന്നത് എന്നുള്ളതാണ് സെൻഡ് റെസൊല്യൂഷൻ. അതേപോലെ റിസീവ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ വീഡിയോ എങ്ങനെ നമുക്ക് കാണാൻ ഒക്കുന്നു എന്നുള്ളതാണ്. അത് രണ്ടും സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ 360p വെക്കുന്നതാണ് ഏറ്റവും ഓപ്റ്റിമം ആയിട്ടുള്ളത്. അതായത് നമ്മൾ HD വെച്ച് കഴിഞ്ഞാൽ, അതായത് 720p എൻ്റെ ഈ ക്യാമറ, അത് ഓരോ ക്യാമറ അനുസരിച്ച് ഇത് മാറും. ഫോർ എക്സാമ്പിൾ നല്ല ഒരു
ഹൈ എൻഡ് ക്യാമറയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ 1080p എല്ലാം കാണിക്കും, 4K എല്ലാം കാണിക്കും. അതെല്ലാം നമ്മൾ സെലക്ട് ചെയ്താലുള്ള പ്രോബ്ലം അത്ര ഇൻ്റർനെറ്റ് എടുക്കും ഇത് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും. അപ്പോൾ ഒരിക്കലും അത് സെലക്ട് ചെയ്യരുത്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രീമിങ്ങിൽ ഇടയ്ക്കിടയ്ക്ക് ബഫറിങ് ഉണ്ടാവും, അതായത് സ്റ്റക്കാവും ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ഡെഫിനിഷനാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, രണ്ടും സ്റ്റാൻഡേർഡ് ഡെഫിനിഷനാണോ എന്ന് നോക്കുക, ദെൻ ഡൺ കൊടുക്കുക. സോ ഇത്രയും ചെയ്ത് കഴിയുമ്പം നമുക്ക് 100% ഉറപ്പായി നമ്മളുടെ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്, മൈക്രോഫോൺ വർക്ക് ചെയ്യുന്നുണ്ട്, സ്പീക്കർ വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം ക്ലിയർ ആണ്. നൗ വാട്ട് യു നീഡ് ടു ഡു, ജസ്റ്റ് ആസ്ക് ടു ജോയിൻ. നമ്മൾ ഇവിടെ ഈ ഒരു ആസ്ക് ടു ജോയിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. സോ അങ്ങനെ നമ്മൾ ആസ്ക് ടു ജോയിനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കോൺഫറൻസ് നടത്തുന്ന ആൾക്കാർക്ക് അവർക്ക് അങ്ങനെ ഒരു മെസ്സേജ് ലഭിക്കും. വീഡിയോ കോൺഫറൻസ് നടത്തുന്ന ആൾ അഡ്മിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, സോ നമ്മളുടെ വീഡിയോ കോൺഫറൻസ് നടത്തുന്ന ആൾക്കാർക്ക് നമ്മളെ കാണാനൊക്കും, അതേപോലെ തന്നെ അവരുടെ കോൺഫറൻസ് അവരെ നമുക്കും കാണാനൊക്കും. ഓക്കെ, സോ അങ്ങനെയാണ് ഗൂഗിൾ മീറ്റ് നടത്തുന്നത്. ഓക്കെ, സോ ഈ ഗൂഗിൾ മീറ്റിലുള്ള ചില ഫങ്ഷൻസ് ഉണ്ട്. അത് കുറച്ച് ഫങ്ഷൻസ് ഞാനിപ്പോൾ പറയാം. സോ ഇതിൽ ഗൂഗിൾ മീറ്റിൽ തന്നെ നമ്മുടെ വീഡിയോ ഇവിടെ കാണാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണില്ല, നമ്മുടെ ഒരു പടം മാത്രമേ, നമ്മുടെ ഒരു പ്രൊഫൈൽ പിക്ചർ കൊടുത്തിരിക്കുന്നത് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രസൻറ്റ് ചെയ്യണം അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പ്രസൻറ്റ് വിൻഡോ ക്ലിക്ക് ചെയ്തിട്ട് എന്താണോ നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു വേർഡ് ഫയലാണ് എനിക്ക് പ്രസൻറ്റ് ചെയ്യേണ്ടത് എങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഇതിൽ ഈ വിൻഡോ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ആ ഡോക്യുമെൻ്റ് ഏതാണോ എനിക്ക് പ്രസൻറ്റ് ചെയ്യേണ്ടത് ആ ഡോക്യുമെൻ്റ് ഇവിടെ ഓപ്പൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ, ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക്, അതായത് നമ്മൾ ആരൊക്കെയാണോ ഇത് കാണുന്നത് അവർക്ക് നമ്മുടെ ഈ ഡോക്യുമെൻറ്റ്സ് അവർക്ക് കാണാൻ കഴിയും. ഓക്കെ, നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഷെയറിങ് കൊടുക്കാം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് ഗൂഗിൾ മീറ്റിൽ, കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് ഗൂഗിൾ മീറ്റിൽ നമുക്കൊരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ കഴിയുക എന്നുള്ളത്. ഓക്കെ, സോ ഇങ്ങനെ കമ്പ്യൂട്ടറിലല്ലാതെ നമുക്ക് സംടൈംസ് ഇതൊന്ന് മൊബൈൽ ഫോണിൽ ചെയ്യാൻ കഴിയും. മൊബൈൽ ഫോണിൽ ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണാണ് ഇരിക്കുന്നതെങ്കിൽ, യൂസ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അതിൽ സെർച്ച് ചെയ്യുക, എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, എന്നിട്ട് വാട്സാപ്പിലോ അല്ലെങ്കിൽ മെസ്സേജിലോ അയക്കുന്ന ലിങ്കിൽ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴേ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ ഓപ്പൺ ആയി വരും. അപ്പോഴും തിരിച്ച് വീണ്ടും സൈൻ ഇൻ ചോദിക്കും. സൈൻ ഇൻ ചോദിക്കുന്ന സമയത്ത് നമ്മളുടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ Gmail ID അതിൽ എൻ്റർ ചെയ്ത് ഗൂഗിൾ മീറ്റ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്, ആ കോൺഫറൻസ് അല്ലെങ്കിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ആപ്പിളിൻ്റെ ഐഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോവുക, ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. അതിലും ഇതുപോലെ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിൾ മീറ്റിൻ്റെ ആപ്ലിക്കേഷനിൽ ഓപ്പൺ ആവും. നിങ്ങൾ സൈൻ ഇൻ ചെയ്യുക, ദെൻ ഗൂഗിൾ മീറ്റിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് ഗൂഗിൾ മീറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് എങ്ങനെയാണ് ആ ഗൂഗിൾ മീറ്റിലെ മീറ്റിംഗ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ടോ. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഫങ്ഷൻസ്, അതിൽ നിറയെ ഫങ്ഷൻസ് ഉണ്ട്. നമുക്കതിൽ ഡോക്യുമെൻറ്റ്സ് സെൻഡ് ചെയ്യാനൊക്കും, അതേപോലെ നമ്മുടെ സ്ക്രീൻ അതിൽ പ്രസൻറ്റ് ചെയ്യാനൊക്കും. സ്ക്രീൻ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ളത് നിറയുണ്ട്, പക്ഷേ ഈ വീഡിയോയിൽ ഞാനതൊന്നും സംസാരിക്കുന്നില്ല. ഈ ഒരു വീഡിയോയുടെ എയിം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഗൂഗിൾ മീറ്റിൽ നമ്മളൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്.